Every year, around 50 people die and thousands are injured. നമ്മുടെ അഷ്കറിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ 100% യോജിക്കുന്നു, അല്ലെങ്കിൽ യോജിക്കാതെ വരെ വഴിയില്ല. സോ ഹായ് ഫ്രണ്ട്സ്, കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയിലുണ്ടായ ആനയുടെ പ്രശ്നം, അതിനെ റിയാക്ട് ചെയ്ത നമ്മുടെ അഷ്കർ എന്ന് പറഞ്ഞ യൂട്യൂബറിൻ്റെ ഒരു റിയാക്ഷൻ്റെ രീതി, സർവോപരി ആനകൾ എന്തിനാണ് കേരളത്തിലെ അമ്പലങ്ങളിലും പള്ളികളും എഴുന്നള്ളാനായിട്ട് ഉപയോഗിക്കുന്നത്, ആരാണ് ഇതിന് അനുവാദം നൽകിയത്, ഇത് ഏത് ബുക്കിലാണ് എഴുതിയിരിക്കുന്നത്, ചർച്ച ചെയ്യാം. പഠനങ്ങൾ പറയുന്നത് 50 മുതൽ 60 മനുഷ്യരാണ് ഒരു വർഷം മരണപ്പെടുന്നത് ആനയുടെ അറ്റാക്കിൽ. കേരളത്തിൽ മാത്രം നടക്കുന്ന സംഭവമാണ്. 50ഓളം ആനകളും മരണപ്പെടുന്നുണ്ട് മനുഷ്യൻ്റെ അറ്റാക്കിൽ. 1000-ൽ പരം ആളുകൾ അപകടത്തിൽ വീണു പോകുന്നുണ്ട്. അത് ഒരുപക്ഷെ നടുവൊടിഞ്ഞോ അല്ലെ മറ്റ് സാഹചര്യങ്ങളിലൊക്കെ വീണു പോകുന്നുണ്ട്. അത് 60-70 പ്രായമുള്ള ആളുകളാണ്. കാരണം അവർക്ക് സാധാരണ പിള്ളേർ ഓടുന്ന പോലെ ഒരു ആന മതവിളകുമ്പോഴത്തേക്ക് ആനയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴത്തേക്ക് ആളുകൾ ഓടുന്ന പോലെ ഇവർക്ക് ഓടാൻ പറ്റത്തില്ല. സ്ത്രീകളുണ്ടാവാം, കുട്ടികളെയും പിടിച്ചുകൊണ്ട് അമ്മമാരുണ്ടാവാം, ഇവർക്കൊന്നും ഇത്ര സ്പീഡിൽ ഓടാൻ പറ്റത്തില്ല. സോ അവർ വീഴുകയും പേടിച്ച് വീഴുകയും അപകടത്തിൽ മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. പിന്നെയും എന്തിനാണ് നമ്മൾ ഈ അമ്പലങ്ങളിലും പള്ളികളും ഒക്കെ ആന എഴുന്നള്ളിക്കുന്നത്? ഞാൻ പറഞ്ഞത് തെറ്റല്ല. കാരണം പള്ളികളിലും ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ആന എഴുന്നള്ളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ ചെയ്യുന്നുള്ള നമുക്കും ചെയ്യാം എന്നുള്ള രീതി. ഏത് കമ്മിറ്റിയാണ് ഇങ്ങനെ തീരുമാനമെടുത്തത്? ഏത് ബുക്കിലാണ് ഇങ്ങനെയൊക്കെ ആന എഴുന്നള്ളിക്കാം എന്ന് പറയുന്നത്? അതൊരു ആചാരമാണോ ദുരാചാരമാണോ, അതോ ഈ ഒരു രീതി വീണ്ടും ആവർത്തിക്കപ്പെടുന്നതാണോ? എനിക്കൊന്ന് കേരളത്തിൽ എടുക്കുവാണെങ്കിൽ തൃശ്ശൂർ, പാലക്കാട് സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആനയുടെ എഴുന്നള്ളത്ത് അല്ലെങ്കിൽ കുടമാറ്റം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ. ആനയ്ക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ ആനയ്ക്ക് നിൽക്കാൻ ഒരു സാഹചര്യം വേണം. ഒരു തണുപ്പുള്ള സ്ഥലമായിരിക്കണം, ശാന്തമായ സ്ഥലമായിരിക്കണം, വലിയ ബഹളമൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ ഇടയ്ക്കാണ് വെടിക്കെട്ടും, അതിൻ്റെ ഇടയ്ക്ക് ബഹളവും, ആളുകളുടെ തിക്കും തിരക്കും, ആ ഒരു ചൂടും പൊടിയും, അതിൻ്റെ ഇടയ്ക്ക് ആഹാരം കിട്ടാത്ത സാഹചര്യം വരികയാണെങ്കിൽ ആനയുടെ മാനസികമായിട്ടുള്ള മെൻ്റൽ ട്രോമയിലേക്ക് ആന വരുന്നതിൽ എന്ത് തെറ്റാണല്ല? ആനയ്ക്ക് ഇവിടെ നമുക്ക് ആനയെ എങ്ങനെ കുറ്റപ്പെടുത്താൻ സാധിക്കും? ഏതൊരു ആന പ്രേമിക്കും, അതൊരിക്കലും സഹിക്കാൻ അപ്പുറമാണ്. കാരണം ആന നമ്മളെ അറ്റാക്ക് ചെയ്യുന്നില്ലായിരിക്കാം, പക്ഷെ പലരും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് അറ്റാക്ക് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് മനുഷ്യർ തന്നെയാണ് എന്നുള്ളതാണ് സത്യം. ഇനി നമുക്ക് കിക്കിലേക്ക് വരാം. കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയിൽ നടന്ന ഒരു സാഹചര്യത്തിൽ ആനയ്ക്ക് ഒരു മെമ്പർഷിപ്പ് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഒരു പക്ഷേ ആനയുടെ അതിൻ്റെ ഓണർ, അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരിക്കാം, അദ്ദേഹം ഒരു ആഗ്രഹം കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ എൻ്റെ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കാണുന്ന ഒരാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കണം എന്നുള്ളത്. അപ്പം അതിൻ്റെ വികാരം, അതിൻ്റെ ചെയ്ത വികാരം എന്താണെന്ന് ചോദിച്ചു ഞാൻ ഇവരെ ഒന്നും വിളിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അത് ഈ ഹാളിൽ വെച്ച് കൊടുത്തതാണ് ഒരു അപകട സാധ്യത ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു സിറ്റുവേഷൻ. പക്ഷെ അത് ഹാളിൽ കൊടുക്കാതെ പുറത്തുള്ള സ്ഥലങ്ങൾ, കാരണം വിശാലമായ സ്ഥലത്ത് ഒരു മെമ്പർഷിപ്പ് കൊടുത്തത് മാറ്റിയിരുന്നെങ്കിൽ വലിയ ഇഷ്യൂ വരില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി അത് ആവർത്തിക്കപ്പെടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നു. അതിനെ ചൊല്ലി ആളുകൾ ഇനി അവരെ പിച്ച് ചെയ്യുന്ന കാര്യമില്ല. കാരണം അഷ്കർ പറയുന്നുണ്ട്, ഈ ഒരു സാഹചര്യത്തിൽ കാറിനകത്തിരുന്നും പുറത്തും പറമ്പിലിരുന്നൊക്കെ റിയാക്ട് ചെയ്യുന്ന ആളുകൾ ഇതൊക്കെ ശ്രദ്ധിക്കണം, ഇതൊക്കെ റിയാക്ട് ചെയ്യണം എന്നുള്ളത്. ഒരുപക്ഷെ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് അവർക്ക് തന്നെ അറിയാം. നമ്മൾ അതിലേക്ക് അധികം പോകുന്നില്ല. ഓനെ ഇനി മെയിനായിട്ട് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ റോബോട്ടിക് ആന, എനിക്കതൊരു 3 വർഷം മുമ്പ് ഒരു 4 പേരടങ്ങുന്ന ആളുകൾ ഒരു ആനയെ നിർമ്മിച്ചു. ഇരിഞ്ഞാലപ്പള്ളി രാമനെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിന് ഒരു 5 മോട്ടറുണ്ട്. അതിൻ്റെ തലയിൽ ഇരിക്കുന്ന ഒരു ഇരുമ്പിൻ്റെ സ്കെൽട്ടനാണ്. ഒരു റബ്ബറൈസ്ഡ് ശരീര പ്രകൃതമാണ് ഈ ഒരു ആനയ്ക്കുള്ളത്. പ്രശാന്ത്, റോബിൻ, ജിതേഷ് ആൻഡ് ഷിൻഡോ ഉൾപ്പെടെയുള്ള 4 പേരാണ് ഇത് നിർമ്മിച്ചത്. ഇതിന് നിർമ്മാണ ചെലവ് വരുന്നത് ഏകദേശം 5 ലക്ഷം രൂപയാണ്. അപ്പോൾ ഒരു ആനയെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന വിശ്വാസികളായിക്കോട്ടെ, ജനങ്ങളായിക്കോട്ടെ, അമ്പല കമ്മിറ്റികളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് പള്ളിയുടെ കമ്മിറ്റി ആളുകളായിക്കോട്ടെ, നിങ്ങൾ ഇവരെ കൊണ്ടുപോകും. പക്ഷേ ഇതുപോലെ ഇപ്പം കേരളത്തിൽ എല്ലായിടത്തും ഈ 6,000 ആനകളുണ്ടെന്നാണ് നമ്മളറിയുന്നത്. ഈ 6,000 ആനയിൽ ഒരു 100 ആനയെങ്കിലും അമ്പലങ്ങളിൽ പോകുന്നുണ്ടെങ്കിൽ റോബോട്ടിക് ആനകൾ എത്രത്തോളം ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. സോ ഈ ഒരു സാഹചര്യത്തെ നോക്കുവാണെങ്കിൽ നമുക്ക് റോബോട്ടിക് ആനയിലേക്ക് മാറുന്നതല്ലേ എന്നല്ല, അത്ര നിർബന്ധമാണെങ്കിൽ. അല്ലെങ്കിൽ ഈ ആനയെന്ന് പറയുന്ന സംഭവത്തെ ഒഴിവാക്കിക്കൊണ്ട് നോർമലായിട്ട് ഉത്സവം നടത്താം, വിശ്വാസികൾക്ക് വേണ്ട കാര്യങ്ങൾ നടത്താം, കലാപരിപാടികൾ നടത്താം. ആളുകളെ അപായപ്പെടുത്തുന്ന ഒരു രീതിയിലും പാടില്ല. ഈ ഒരു സംഭവത്തെ ഒന്ന് സീരിയസായിട്ട് അത് കോടതിയിലൂടെയും അതൊരു ബില്ല് പാസ്സാക്കി അത് കൊണ്ടുവരുവാണെങ്കിൽ ഇച്ചിരി കൂടെ അപകടം കുറയ്ക്കാം. കാരണം മനുഷ്യനോളം വില ഒന്നിനും തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് എല്ലാവരും തന്നെ. അപ്പം ആനയ്ക്കും ഒരു സംരക്ഷണം കിട്ടും, നോർമലി ആയിട്ടുള്ള സാധാരണക്കാർക്കും സംരക്ഷണം കിട്ടും. അതല്ല, അമ്പലങ്ങളിലും അല്ലെങ്കിൽ പള്ളികളിലും പോയി കഴിഞ്ഞ് ഉത്സവം കാണണമെങ്കിൽ ആനയുടെ എഴുന്നള്ളത്ത് കണ്ടാൽ മാത്രമേ ഉത്സവം കൊഴുക്കൂ എന്നുള്ളതെങ്കിൽ അതൊരു ദുരാചാരമാണ് എന്ന് മാത്രം വിശ്വസിക്കേണ്ടി വരും. സോ എന്തായാലും
ആളുകളുടെ സംരക്ഷണത്തിന് വേണ്ടി, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ആനയുടെ എഴുന്നള്ളത്ത് മാക്സിമം ഒഴിവാക്കാം. അങ്ങനെ തീരുമാനം ഓരോ കമ്മിറ്റികളും ഓരോ വീടുകളിലും ഓരോ ജനങ്ങളും എടുക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ആനയുടെ ഇഷ്യൂയിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾ കേരളത്തിന് ഒഴിവാക്കാം. കാരണം 100% ലിറ്ററസിയുള്ള ഒരു നാട്ടിൽ എന്തിനാണ് ഇങ്ങനൊരു ദുരാചാരം? Every year, around 50 people die and thousands are injured in elephant attacks in Kerala, the highest number in Asia.